പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു പുതിയ കാര്യവുമായിട്ട് വരുവാൻ ദൈവം അടിയനെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ കണ്ടത് വിശ്വാസിക്ക് പാപം പ്രവർത്തിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ്. വളരെ വ്യക്തമായി തന്നെ നമുക്ക് അനുഭവത്തിലൂടെയും വചനത്തിലൂടെയും മനസ്സിലായി പാപം പ്രവർത്തിക്കാൻ പറ്റും. ഇനി പാപം വരുന്നത് സാത്താനിൽ നിന്നാണ്, ഒരു കാരണവശാലും ദൈവത്തിൽ നിന്നല്ല. പാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനേ പാടില്ല. അതിനായിട്ടാണ് യേശു വന്നത് എന്നും കൂടെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടു. ഇനി എന്തുകൊണ്ടാണ് പാപം വരുന്നത്? ആ പാപം വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാമെന്നുള്ളത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സൂക്ഷ്മമായി പരിശോധിക്കാം. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് ദൈവം അടിയനെ ബലമേൽപ്പിച്ചിരിക്കുന്നത്. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ നമുക്കിങ്ങനെ വായിക്കാം. 11-ാം വാക്യം: നിങ്ങൾ ആദി മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണം എന്നല്ലോ ആകുന്നു. കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെ അല്ല. അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തൻ്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റേത് നീതിയുമുള്ളതാകൊണ്ടത്രേ. കുറച്ചുകൂടെ സരളമായി ഇംഗ്ലീഷിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിലെ വാക്യം കൂടെ വായിക്കുന്നു. For this is the message which you have heard from the beginning, that we should love one another. Not as Cain, who was of the evil one, and slew his brother. And for what reason did he slay him? Because his deeds were evil, and his brothers were righteous. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ രണ്ട് കാര്യം വ്യക്തമായി പറയുന്നു. ഒന്ന്, ദൈവം നമ്മളെ പഠിപ്പിച്ചത് പരസ്പരം സ്നേഹിക്കാനാണ്. പക്ഷേ ഉൽപ്പത്തിയിൽ തന്നെ നമുക്ക് ഒരു കൊലപാതകം കാണാൻ കഴിയും. കയീൻ തൻ്റെ അനുജനായ ഹാബേലിനെ കൊന്നു. അപ്പോൾ യോഹന്നാൻ ഇവിടെ കാണിക്കുന്ന രണ്ട് കാര്യം: ഒന്ന് സ്നേഹത്തിൻ്റെ ഒരു സിസ്റ്റവും, ഒന്ന് പാപത്തിൻ്റെ ഒരു സിസ്റ്റവും. ഇനി എന്തുകൊണ്ടാണ് കയീൻ തൻ്റെ അനുജനെ കൊന്നത് എന്ന് അവിടെ യോഹന്നാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇങ്ങനെ നമുക്ക് വായിക്കാം: Because his deeds were evil. കയീൻ ഒരു സുപ്രഭാതത്തിൽ തൻ്റെ അനുജനെ കൊന്നതല്ല. പകരം അവൻ്റെ ഉള്ളിൽ വളരെയധികം പകയും വിദ്വേഷവും ഒക്കെ കുമിഞ്ഞു കൂടിയിട്ട് അതിൻ്റെ അവസാനമായിട്ട്, അതിൻ്റെ അൾട്ടിമമായിട്ട് ചെയ്തൊരു പ്രവൃത്തിയാണ് ആ കൊലപാതകം. ഇനി നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ തന്നെ ആ കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കുമ്പോൾ കയീന്റെ പ്രവൃത്തി ദോഷം ഉള്ളത് എന്നാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ആ കേവല യാഗത്തിൻ്റെത് മാത്രമല്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം കയീനിലും
പ്രസാദിച്ചിട്ടില്ല. കേവലം യാഗത്തിൽ മാത്രമല്ല, യാഗം നടത്തുന്ന വ്യക്തിയിൽ പ്രസാദിച്ചിട്ടില്ല. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറയുന്നത്, അവന്റെ പ്രവൃത്തി ദോഷമുള്ളതാണ്. അല്ല കേവലം ആ കൊലപാതക പ്രവൃത്തി മാത്രമല്ല, അത് ഓഫ് കോഴ്സ് ദോഷമുള്ളതാണ്. പക്ഷേ ആ കൊലപാതകത്തിലേക്ക് നയിക്കുവാൻ കാരണം ഇവിടെ പറയുന്നത് അവന്റെ പ്രവൃത്തിയാണ്. അതായത് ഇവൻ ചെയ്ത പ്രവൃത്തി പാപപ്രവർത്തികളാണ്, അനീതി പ്രവർത്തികളാണ്, ദൈവത്തിന് പ്രസാദമില്ലാത്ത പ്രവർത്തികളാണ്. അതേസമയം ഹാബേലിന്റെ പ്രവൃത്തി നീതി പ്രവർത്തികളാണ്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികളാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപം വരുന്നതിന്, അല്ലെങ്കിൽ പാപപ്രവർത്തികൾ അല്ലെങ്കിൽ പാപത്തിന്റെ അവസ്ഥയിലോട്ടായി തീരുന്നതിന് അവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു വലിയ പങ്കുണ്ട്. അപ്പോൾ നമ്മുടെ പ്രവൃത്തി ദൈവത്തിന് പ്രസാദമുള്ളതായി തന്നെ ഇരിക്കണം. അതാണ് ദൈവം നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, ദൈവം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു സിസ്റ്റം. സ്നേഹത്തിൻ്റെ ഒരു സിസ്റ്റം ആണെങ്കിൽ അതെപ്പോഴും ഒരു നീതിയുടെ, ദൈവത്തിൻ്റെ ഒരു സിസ്റ്റമായിരിക്കും. ഈ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിലെ ആദ്യ വാക്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഇവിടെ ഇങ്ങനെ വായിക്കാം: കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. ഈ വാക്യങ്ങളിൽ ചില വചന സത്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. ദൈവം എന്തിനാണ് നമ്മളെ സ്നേഹിച്ചത്? നമ്മൾ അവൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാനാണ്, അല്ലെങ്കിൽ മക്കളാകാനാണ് ദൈവം നമ്മളെ സ്നേഹിച്ച് അവൻ്റെ പുത്രനായ യേശുവിനെ നമുക്ക് നൽകിയത്. ഇനി ആരാണ് ദൈവത്തിൻ്റെ മക്കൾ? അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നു. അതിങ്ങനെയാണ്. 14-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാം: ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളാകണമെങ്കിൽ നമ്മൾ ദൈവാത്മാവിനാൽ നടത്തപ്പെടണം. അതാണ് ദൈവത്തിൻ്റെ സിസ്റ്റം. അപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞ ആ കാര്യവും പൗലോസ് പറഞ്ഞ കാര്യം നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ, ദൈവം നമ്മളെ സ്നേഹിച്ചത് ആത്മാവിനാൽ നടത്തപ്പെടാനാണ്. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുള്ളൂ, മക്കളാവുള്ളൂ. അപ്പോൾ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റമാണ് ദൈവം തൻ്റെ മക്കളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. മക്കൾ ആത്മാവിനാൽ നടത്തപ്പെടണമെന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മൾ യേശുവിൻ്റെ ചിന്തകളെ, യേശു തരുന്ന ആശയങ്ങളെ നമ്മൾ യഥാർത്ഥമായി പ്രവർത്തിക്കുന്നുവെങ്കിൽ, അത് അക്സെപ്റ്റ് ചെയ്യും, പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങൾക്ക് ഉറപ്പായിട്ടും സ്നേഹം വരും. കാരണം അവൻ ദൈവത്തിലാണ് വസിക്കുന്നത്, അവൻ ദൈവത്തിൻ്റെ സിസ്റ്റം അനുസരിച്ചാണ് നടക്കുന്നത്. ഇനി ഇത് കേവലം 1-2 ഇൻസ്റ്റൻസിൽ മാത്രം ചെയ്യുന്ന കാര്യമല്ല, 24/7 നമ്മൾ ചെയ്യാനുള്ള കാര്യമാണ്. ഈ ആത്മാവിൻ്റെ സിസ്റ്റം അനുസരിച്ച് തന്നെ നമ്മുടെ എല്ലാ ആത്മീയ, ഭൗതിക, മാനസിക, ശാരീരികമായ, സാമൂഹികമായ, കുടുംബമായ എല്ലാ ഉത്തരവാദിത്തങ്ങളും നമ്മൾ ഈ ഒരു ആശയത്തിൽ തന്നെ നമ്മൾ നടത്തണം. അതാണ് ദൈവത്തിന് പ്രസാദമുള്ളൊരു പ്രവൃത്തിയായി, ദൈവത്തിൻ്റെ ഇഷ്ടമായി തന്നെ വരുന്നത്. ഇത് കേൾക്കുമ്പം എല്ലാം ആത്മീയമാണോ എന്ന്, അല്ലെങ്കിൽ ആത്മീയ രീതിയിൽ മാത്രമേ പോവുള്ളൂ എന്ന് ആ ഒരു അവസ്ഥയെ നമ്മൾ തെറ്റിദ്ധരിക്കാം. അതങ്ങനെയല്ല. നമ്മളെ ഏൽപ്പിച്ച സകല ഉത്തരവാദിത്തങ്ങളും, അത് ജോലിയാവട്ടെ, ബിസിനസ് ആവട്ടെ,
കുടുംബമാവട്ടെ, കുടുംബജീവിതമാവട്ടെ, എല്ലാ കാര്യങ്ങളും, എല്ലാ സംഭവങ്ങളും കറക്റ്റായിട്ട് ദൈവത്തിൻ്റെ പാതയിൽ, ദൈവത്തിൻ്റെ പെർഫെക്ഷനിൽ പോകണമോ, ആത്മാവിനനുസരിച്ച് നടന്നേ പറ്റും. നമ്മുടെ ബ്രെയിൻ തരുന്ന സംഭവം ഓഫ് ചെയ്തിട്ട് ആത്മാവിനാൽ റിസീവ് ചെയ്യണം ഇൻസ്ട്രക്ഷൻസ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.